ഗായ്സ്, അങ്ങനെ നമ്മളൊരു പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ഒന്നാം ഓണമാണെന്ന് നമ്മളിപ്പോ കനകക്കുന്നിൽ ലൈറ്റ് ഒക്കെ ഇട്ട് പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള ലൈറ്റ് പരിപാടി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടില്ല. ഒന്ന് പോയി നോക്കട്ടെ, പോയിട്ട് അവിടുത്തെ വിശേഷമായിട്ട് വരാം. ഇവിടെ വന്ന രണ്ടെണ്ണത്തിനും വഴി മാറിപ്പോയി. അവന്മാര് വരും. ഇപ്പൊ ഇവിടെ മുമ്പ് എപ്പോഴും ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഗൈസ്, അങ്ങനെ നമ്മളെ പോലത്തെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഓണാഘോഷമാണെന്ന് തോന്നുന്നത്. ഒരു തുള്ളി ലൈറ്റ് പോലും കാണാനില്ല ഇവിടെ നിന്ന്. ഇനി അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഈ ഇട റോഡിലൊന്നും ഇട്ടിട്ടില്ല അതിന്. ഗൈസ്, അങ്ങനെ നമ്മള് മെയിൻ റോഡിലോട്ട് എത്തി. ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ട്. മുമ്പൊക്കെ അവര് ഒറ്റ കോമ്പിനേഷൻ പിടിക്കുന്നെങ്കിൽ ഇപ്പൊ എല്ലാ കളറും ഇട്ടിട്ടുണ്ട്. മുമ്പൊക്കെ ഏതെങ്കിലും ഒരു സിംഗിൾ കളർ ആയിരിക്കും. ഗൈസ്, നമ്മളിന്ന് ഉത്രാട ദിവസമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സമൃദ്ധിയുടെ സുവർണകാലം. പ്രതീക്ഷ ചെറുതില് ഇതില് ആ വലുതില് കേറണില്ല. ഏതാ എങ്കില് ഞാനല്ല എന്റെ വിളി ഇങ്ങനത്തെ എന്റെ വിളി ഇങ്ങനത്തെ അല്ല. പോലീസിന്റെ സ്റ്റോളാണിത്. CCTV നമ്മളെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഓക്കെ, നമ്മളെ കാണിക്കുന്നു. നമ്മളങ്ങനെ സിനിമയിൽ എടുത്തു. സത്യം പറഞ്ഞ ഒന്നുമില്ല. സത്യം പറഞ്ഞ ഒന്നുമില്ല. ആൾക്കാരും ഇല്ല, ലൈറ്റും ഇല്ല. ഓണാഘോഷത്തിലെ ഫസ്റ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഇത് ഗ്ലാസ് കവാടം. ഇത് ഗ്ലാസ് കവാടം. ഓ, സുധീഷിന് സന്തോഷം. ഗ്ലാസിന്റെ പടം വരയ്ക്കണ കുട്ടുന്റെ കലാകാരന്ന് കാണിക്കാൻ. കുട്ടു പടം വരയ്ക്കണ. ആ വരാ നോക്ക്, അവിടെ വരയ്ക്കാം. നിനക്ക് പിന്നെ ഉള്ളിലെ കലാകാരനെ പുറത്തെടുക്കുക. കുഴപ്പമില്ല. ഡിസപ്പോയിന്റ്മെന്റ്. പണ്ടത്തെ ഒരു ഇല്ലം പോലെ. എന്താ സാധനം? ഫോട്ടോഷൂട്ടിന് ഇവിടെ വരാണ് രാവിലെ. കോവിലൊന്നും പറഞ്ഞോട്ട് ആ ഒരു ആംബിയൻസ് നോക്ക്. കണിമംഗലം കോവിലകത്തിലെ ചെറിയൊരു കോവിലകം. നാളെ ഫോട്ടോ എടുത്ത് വിടുവന്നല്ല. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇട്ടങ്ങനെയാണ്. പക്ഷെ വെട്ടമില്ല. ആയ ഉള്ളത് ഇതാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ റീൽ ഓടുന്നത് ഇതിലാണ്. അവിടെ തന്നെ ഏതെങ്കിലും ക്യൂ. കുറച്ചേ ഉള്ളൂ. നമുക്ക് ക്യൂ നിൽക്കാം. ബാ, നമ്മളെന്തായാലും ഇതിന് കയറാനാണ് പറഞ്ഞത്. അതേ പുറത്താണ്. ഈ ഫ്ലവറാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. നേരത്തെ പോയ വഴി പോണെന്നുണ്ടാ? അത് തിരിച്ചു പോണില്ലേ? നമ്മളെ തൊഴിൽ പോയിട്ടാണ് തോറ്റത്. ഈ സൈഡിലാണ് എക്സിറ്റ് പറഞ്ഞത്, നടുക്കായിട്ട്. അവസാനം തേയും എന്തോ ഇതല്ലേ പെട്ട് വലത്തോട്ട് പോകും. ഇതും പെട്ട് ഇങ്ങോട്ടേ പോയില്ല. നമ്മള് ജയിച്ചു. അതിന്റെ അപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയും കയറിയതായിരുന്നു. ഒന്നുമില്ല ഗൈസ്, കയറി കാണാൻ. ഇത് മാത്രമേ വീഡിയോയിൽ പറയാനുള്ളൂ തോന്നുന്നു. ഇത് മാത്രമേ വീഡിയോയിൽ കാണുള്ളൂ. ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാന്താര പോലെ, കാന്താര മൃഗലേഖമിലെ പോലെ ഇങ്ങനെ കാണിക്കാ പോയി. ആ ചുണ്ട് വെച്ചുള്ള നീ കാണുന്നത്. മൈതാനം പുൽത്തകടിയൊക്കെ ഒഴിഞ്ഞു കിടക്കണം. നമ്മുടെ ഓണം ഇങ്ങനെയല്ല ഗൈസ്. സ്റ്റേജിലും നമ്മളെ ഓണം ഇങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷ സ്റ്റോൾ എന്തായാലും കാണും, നോക്കാം.
ഗൈസ് അങ്ങനെ 2026 തിരുവനന്തപുരത്ത് ഓണാഘോഷം കാണാൻ വന്നതാണ്. വിചാരിച്ച പോലെ ഒന്നും ഇല്ല. ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ അകത്ത് കനകത്തിനകത്ത് പരിപാടി എന്നൊരു സംഭവമില്ല. വളരെ കുറച്ച് മാത്രം. സ്റ്റാളും ഇല്ല. പരിപാടി അങ്ങനെ ഭയങ്കര മോശം. നമ്മൾ വിചാരിച്ച പോലത്തെ ഓണമേ അല്ല. നമ്മൾ വീഡിയോ എടുക്കാനാണ് വന്നത്. അതിനുള്ള കണ്ടന്റ് എന്തായാലും ഇവിടെ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ആളും ഇല്ല, അനക്കും ഇല്ല. ഒന്നാം ഓണം കണ്ട അറിയത്തില്ല. കുട്ടി കുറച്ച് കളക്ഷനൊക്കെ പ്രതീക്ഷയാണ് വന്നത്. അതും ഇല്ല. അത് സത്യം. ആരുമില്ല. ആള് കുറവാ. എന്റെ ഇപ്പൊ ആഗ്രഹം മഴ പെയ്യണെന്നാണ്. മഴ പെയ്യണം, എന്നിട്ട് എല്ലാം പൊളിയണം. അങ്ങനെ നമ്മള് ഓണാഘോഷം കണ്ട് പുറത്തിറങ്ങി. എനിക്കിപ്പോ അതിനെ ശുഭശകുനം മഴ ഒതുങ്ങിയാണ്. നിങ്ങൾ എന്തായാലും എന്തായാലും ഓണത്തിന് നിങ്ങൾ എന്തായാലും വന്നേ പറ്റുള്ളൂ. ഒന്നുമില്ല. എല്ലാരും വരിക, കാണുക, എൻജോയ്. ബൈ ഗൈസ്.